ഹലോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ മുതലേ മനസ്സിലൊരാശങ്ക. ഇന്ന് സ്കൂളിൽ വിടണോ വേണ്ടേ? അപ്പോൾ സ്കൂളിൽ വിടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മഴയും തണുപ്പായതുകൊണ്ട് എനിക്ക് ഉറക്കം തെളിഞ്ഞില്ല. എനിക്ക് കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങണമായിരുന്നു. ഞാൻ കരുതി വേണ്ട, ഇന്ന് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം, ഇന്നിനിപ്പോൾ വിടണ്ട. പിന്നെ ഞാൻ തന്നെ എണീറ്റൊന്ന് ചിന്തിച്ച് എവനെ പിടിച്ച് വീട്ടിൽ നിർത്തി. പിന്നെ കുറേ നേരം കഴിയുമ്പോൾ അടി ബഹളം. വൈകുന്നേരം ആകുമ്പോൾ സ്കൂളിൽ നിന്ന് ആക്ടിവിറ്റീസൊക്കെ ഇട്ട് തരുമ്പം കുറ്റബോധം. അയ്യോ, വെറുതെ പിടിച്ച് നിർത്തി വിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് വെറുതെ സീനാക്കണേനേക്കാളും നല്ലത് അവനെ ഓടിച്ച് സ്കൂളിൽ വിടണേണ് നല്ലതെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ ഉമ്മ സംഭവങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ഉമ്മ ആവിച്ച്. പിന്നെ ചോറൊക്കെ രാവിലെ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ നേരെ ഒരു മുട്ട പൊരിക്കണമായിരുന്നു, ചോറിന് കൊടുത്തു വിടാം. ഒരു മുട്ടയൊക്കെ എടുത്ത് പൊരിച്ച് പിന്നെ സ്നാക്സ് ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. സ്നാക്സിന് നിന്നും അവിച്ച മുട്ടയാണ് കൊടുത്തു വിട്ടത്. ലഞ്ചിന് ചോറ്, പൊരിച്ച മീൻ, മുട്ട പൊരിച്ചത് എന്നെടുക്കുന്ന അളവിനാണ് ചോറെടുത്തത്. പക്ഷേ ഇന്നെന്തോ എനിക്ക് ഒരു തൃപ്തി വന്നില്ല. അയ്യോ, കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് ഒരു തുമ്പിടി ചോറൂടെ ഇട്ട് കൊടുത്ത്. അത്രയും എന്താ വയറ് വീക്കമൊന്നുമല്ല, പക്ഷെ എന്തോ ഇന്ന് കൊടുത്തത് എനിക്കെന്തോ ഒരു തൃപ്തി വന്നില്ല. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവനെ ഒരുക്കി പറക്കിയൊക്കെ എടുത്ത് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ്, അതായത് ബസ് വരാൻ ഏകദേശം 10 മിനിറ്റ് കിടക്കുകയാണ്, ഒരു കാര്യം ഓർമ്മ വന്നത്. ഇന്നലെ ഹോംവർക്ക് കൂടുതലായിരുന്നു, എല്ലാ സബ്ജക്റ്റിലും ഉണ്ടായിരുന്നു, പിന്നെ പള്ളിയിലതും ഉണ്ടായിരുന്നു. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ എന്നെ ചോദിച്ചു, ഉമ്മ മതിയാ ഞാൻ കിടക്കട്ടാന്ന് ചോദിച്ചു. അപ്പോൾ മാത്സിൽ ടെക്സ്റ്റിൽ 2 ഹോംവർക്ക് ഉണ്ടായിരുന്നു. അത് കളറടിക്കാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് ചെയ്തിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് രാവിലെ എണീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു സമ്മതിച്ചു. പക്ഷേ ഈ ബസ് വരാൻ നേരമായപ്പോഴേ എനിക്ക് ഓർമ്മ വന്നു. പിന്നെ അതെല്ലാം കൂടെ പെട്ടെന്ന് എന്നെ ചെയ്ത് തീർന്നപ്പോഴത്തേക്കും തന്നെ ബസ് വന്നു എന്ന് വിളിച്ചു. പിന്നെ ഞങ്ങൾ വേഗം ഓടിപ്പോയി ബസ്സൊക്കെ കയറി. ഇന്ന് ഞാൻ അവന് ഷൂ അല്ല ഇട്ട് കൊടുത്തു വിട്ടു. കാരണം ഞങ്ങൾ ഈ പോണതിൻ്റെ വഴിയിൽ ഇങ്ങനെ വെള്ളം കെട്ടി കിടപ്പുണ്ട്. അവൻ ഇവിടെ ഇറങ്ങി 2 ചാട്ടവും ചാടിയിട്ട് പോകുമ്പോഴത്തേക്കും ചെരുപ്പും നനഞ്ഞ് ഷൂ നനഞ്ഞ് എല്ലാം നനഞ്ഞ് വെള്ളപ്പൊക്കമായിരിക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ച നനച്ചതേനെ ഞാൻ ഇന്നലത്തെ വെയിലത്താണ് ഒന്ന് ഉണക്കിയെടുത്തത്. പിന്നെ അവനെ ആക്കിയിട്ട് തിരിച്ചു വന്ന് ഞാനും എൻ്റെ റിതാനും കൂടെ കുറച്ച് നേരം കാക്കേ പാട്ടൊക്കെ പാടി കളിച്ച് ഉല്ലസിച്ച് കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.